നിങ്ങൾ എന്താണോ നൽകുന്നത് അതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. ആ ബന്ധങ്ങളിലായാലും നിങ്ങളുടെ ഇടപെടലുകളിലായാലും. അതിനുവേണ്ടി എവിടെയോ പറഞ്ഞു കേട്ട ഒരു കഥ എൻ്റെ മനസ്സിലേക്ക് വന്നാണ്. ഒരു വളരെ കർക്കശ സ്വഭാവക്കാരനായ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ തൻ്റെ ഓഫീസിലെ എല്ലാവരെയും പരിധിക്ക് നിർത്തി, പ്രത്യേകിച്ച് പ്യൂണിനെയൊക്കെ വളരെ കർക്കശതയോടുകൂടി വളരെ ക്രൂരമായി ഇടപെട്ടുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ദിവസം അടുത്തെത്തി. റിട്ടയർമെൻറ്റ് ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നതാണ്, ഞാൻ ഈ ഓഫീസിലെ പലരോടും വളരെ ക്രൂരമായാണ് ഇടപെട്ടിട്ടുള്ളത്. എൻ്റെ കർക്കശ സ്വഭാവം നിങ്ങൾക്ക് വളരെ വിഷമമുണ്ടാക്കിയിട്ടുണ്ടാകും. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, പ്രത്യേകിച്ചും ഈ ഓഫീസിലെ പ്യൂൺ. അങ്ങനെ പ്യൂണിൻ്റെ ഊഴം വന്നെത്തി പ്യൂണ് കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ, എനിക്കങ്ങയോട് യാതൊരു വിഷമവുമില്ല, സാറും എന്നോട് ക്ഷമിക്കണം. അത് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകുന്ന ഒരു ഇടവേളയിൽ പ്യൂണിന് അടുത്ത് കിട്ടിയപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ നിങ്ങളോട് വളരെ ക്രൂരമായാണ് ഇടപെട്ടത് എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിച്ചത്. പക്ഷേ നിങ്ങൾ എന്നോട് ക്ഷമ ചോദിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സാറ് ക്ഷമിക്കണം. പ്യൂൺ പറഞ്ഞു, അങ്ങയ്ക്ക് കൊണ്ടുവന്ന ചായയിൽ ഉണ്ടായിരുന്ന പത ഒരിക്കലും അതിൻ്റെ സ്വാഭാവികതയായിരുന്നില്ല, എൻ്റെ തുപ്പലായിരുന്നു. നിങ്ങളുടെ എല്ലാ കർക്കശ സ്വഭാവങ്ങൾക്കുമുള്ള എൻ്റെ മറുപടി തുപ്പലായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നു പോയിട്ടുണ്ട്. നിങ്ങൾ എന്നോട് ക്ഷമിക്കാൻ പറയുമ്പോൾ ഞാൻ നിങ്ങളോടും ക്ഷമിക്കാൻ പറയണമല്ലോ. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മനസ്സിലായല്ലോ? കൊടുക്കുന്നതേ തിരിച്ചു കിട്ടും. അത് കിട്ടിയിരിക്കും. ഗുഡ് ബൈ.